ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അതിൽ ഇതിനകത്ത് കിട്ടുന്ന ലാംഡ വാല്യൂസ്, അതായത് ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്ന കേസാണിത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഫോം ചെയ്തെടുക്കുന്ന ഇക്വേഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസാണ്. അപ്പോൾ ലാംഡ റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ് ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത് ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫസ്റ്റ് പ്രോബ്ലം കാണാത്തവർ അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ലാംഡ വാല്യൂ ആണ് നമ്മുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് determinant of a minus lambda i equal to 0. determinant of a minus lambda i equal to 0. അത് നമ്മുടെ മെട്രിക്സിൽ അപ്ലൈ ചെയ്താൽ ഡിറ്റർമിനൻ്റ് ഓഫ് എന്ത് വ്യത്യാസം വരുന്നത് -3, 4, 2, അതായത് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം ഒരു മൈനസ് ലാംഡ എന്നുള്ളൊരു ടേമും കൂടെ വരും. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം അതുപോലെ തന്നെ നിർത്തുക. സോ -3 മൈനസ് ലാംഡ, ദെൻ -7 -5 2 4 മൈനസ് ലാംഡ 3 then 1 2 2 മൈനസ് ലാംഡ. ഇതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം ഒരു മൈനസ് ലാംഡ കൊടുക്കുക, ബാക്കിയുള്ള എലമെൻറ്റ്സിനെ അങ്ങനെ തന്നെ നിർത്തുക. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ചെയ്താണ്. ദിസ് ഈക്വൽ ടു 0 എന്നാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ ഒരു 3rd ഡിഗ്രി പോളിനോമിയലായിരിക്കും കിട്ടുക. ആ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ലാംഡ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ഐഗൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ആ ലാംഡ വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ, -3 മൈനസ് ലാംഡ ഇൻറ്റു ഈ ഫസ്റ്റ് എലമെൻറ്റിനെ നോക്കുക, അത് ഉൾപ്പെടുന്ന റോയും കോളും അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ദാറ്റ് ഈസ് 4 മൈനസ് ലാംഡ ഇൻറ്റു ദെൻ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ, 2 മൈനസ് ലാംഡ, ദെൻ മൈനസ് 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. ദെൻ മൈനസ്, അതെപ്പോഴും മൈനസ് ആണ്. നെക്സ്റ്റ് എലമെൻ്റ് എന്നാണ് -7 ആണ്. -7 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് -7 ഉൾപ്പെടുന്ന റോയും കോളും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന മൈനർ നോക്കുക. 2 3 1 2 മൈനസ് ലാംഡ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 മൈനസ് ലാംഡ, 2 ഇൻറ്റു 2 മൈനസ് ലാംഡ, ദെൻ മൈനസ് 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3. ദെൻ നെക്സ്റ്റ് ടൈം പ്ലസ്, ഇവിടെ -5 ആണ്. സോ -5 ഇൻറ്റു വീണ്ടും ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. -5 ഉൾപ്പെടുന്ന റോയും കോളോ അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനർ വാല്യൂ, അതായത് 2 4 മൈനസ് ലാംഡ 1 2 എന്നുള്ള മൈനർ നോക്കുക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 4 മൈനസ് 1 ഇൻറ്റു 4 മൈനസ് ലാംഡ ദാറ്റ് ഈസ് 4 മൈനസ് ലാംഡ. അപ്പോൾ ഇവിടെയൊക്കെ ബ്രാക്കറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. 1 മൈനസ് 4 മൈനസ് ലാംഡ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മൈനസ് ഇത് വന്നിട്ട് നമ്മുടെ പ്രോബ്ലം തെറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലാംഡയുടെ ടേംസിലുള്ള ഇക്വേഷനാക്കി മാറ്റും. സോ -3 മൈനസ് ലാംഡ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 4 2s are 8 മൈനസ് 4 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ -6 എന്ന് കിട്ടും ഇതിനകത്ത്. ദെൻ ഇവിടെ -7 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് 2 ലാംഡ മൈനസ് 3. ഓക്കെ, ദെൻ -5 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് 4 പ്ലസ് ലാംഡ. അപ്പോൾ സാധാ സിംപ്ലിഫിക്കേഷനാണ്, അതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോണേ. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. വീണ്ടും ഈ -3 മൈനസ് ലാംഡ വെച്ചിട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -3 ഇൻറ്റു 8. ഓക്കെ, -3 ഇൻറ്റു 8, അല്ലെങ്കിൽ ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്യാം നമുക്ക്. -3 മൈനസ് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ലാംഡ സ്ക്വയർ ഉണ്ട്, -4 ലാംഡ -2 ലാംഡ ദാറ്റ് ഈസ് -6 ലാംഡ, ദെൻ 8 മൈനസ് 6 പ്ലസ് 2 വരും. ദെൻ പ്ലസ് 7 ഇൻറ്റു 4 മൈനസ് 3 ദാറ്റ് ഈസ് 1 മൈനസ് 2 ലാംഡ -5 ഇൻറ്റു 4 ക്യാൻസലായി ലാംഡ മാത്രം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ലാംഡ സ്ക്വയർ, ദെൻ പ്ലസ് 18 ലാംഡ -6 minus lambda cube
plus 6 lambda square then minus 2 lambda. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ലാതെ. ദെൻ പ്ലസ് 7 മൈനസ് 14 ലാംഡ ദെൻ മൈനസ് 5 ലാംഡ. ഓക്കെ, ഇനി ഇതിനെ ടേം ബൈ ടേം ആയിട്ട് ലാംഡ സ്ക്വയറിൻ്റെ ഒരുമിച്ചെടുക്കുക, ലാംഡ ക്യൂബിൻ്റെ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ചെടുക്കുക, ലാംഡ പിന്നെ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തെടുക്കുക. സോ ഇവിടെ ലാംഡ ക്യൂബിൻ്റെ ഒരു ടേമേ ഉള്ളൂ, അത് ഞാൻ എഴുതി മൈനസ് ലാംഡ ക്യൂബ്. നെക്സ്റ്റ് ലാംഡ സ്ക്വയറിൻ്റെ ടേംസ് ഏതൊക്കെയാണുള്ളതെന്ന് നോക്കാം. ലാംഡ സ്ക്വയറിൻ്റെ ടേംസ് ഏതൊക്കെയാണുള്ളത്? ഒരു മൈനസ് 3 ലാംഡ സ്ക്വയർ ഉണ്ട്, ഒരു 6 ലാംഡ സ്ക്വയർ ഉണ്ട്. അപ്പോൾ മൈനസ് 3യും പ്ലസ് 6ഉം ദാറ്റ് ഈസ് പ്ലസ് 3 ലാംഡ സ്ക്വയർ, പ്ലസ് 3 ലാംഡ സ്ക്വയർ. ഓക്കെ, നൗ ലാംഡയുടെ ടേംസ് എന്തായാലും 18 ലാംഡയുണ്ട്, ഇവിടെ ഒരു 2 ലാംഡയുണ്ട്. അപ്പം 18 മൈനസ് 2 ദാറ്റ് ഈസ് 16, പിന്നെ 16 മൈനസ് 14 ലാംഡ. 16 മൈനസ് 14 എന്ന് പറയുമ്പോൾ 2 ലാംഡ, ദെൻ 2 മൈനസ് 5 ലാംഡ ദാറ്റ് ഈസ് മൈനസ് 3 ലാംഡ, മൈനസ് 3 ലാംഡ. ദെൻ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 6, ഓക്കെ മൈനസ് 6, ദെൻ ഇവിടെ പ്ലസ് 7, മൈനസ് 6 പ്ലസ് 7 നിന്ന് 1 വരും, പ്ലസ് 1 വരും. ഓക്കെ, വേറെ കോൺസ്റ്റൻറ്റ് ടൈം ഒന്നുമില്ല, പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് ഈ ലാംഡയുടെ ഇത് നെഗറ്റീവായിട്ട് കിടക്കുന്ന കാരണം അതിനെ ഒന്ന് നെഗറ്റീവ് കളയാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഫുള്ളായിട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇക്വേഷൻ ബിക്കംസ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലാംഡയ്ക്ക് പല വാല്യൂസ് കൊടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ച് ചെയ്യാം, പഴയതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ പല വാല്യൂസ് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു പ്രത്യേകതയുണ്ട്, ഇത് നമുക്ക് സിന്തറ്റിക് ഡിവിഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് ലാംഡ മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ലാംഡ മൈനസ് 1 ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ്, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്. സോ ലാംഡ മൈനസ് 1 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് കിട്ടും, ഈക്വേറ്റഡ് ടു 0. ലാംഡ മൈനസ് 1 ഹോൾ ക്യൂബ് 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 എന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ, ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഓരോ ടേമും ഈക്വേറ്റഡ് ടു 0 ചെയ്യാലോ. അതായത് ലാംഡ ഈക്വൽ ടു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 1 1 1. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐഗൻ വാല്യൂസ്. അപ്പോൾ ഐഗൻ വാല്യൂസ് എല്ലാം റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് ആണ്. ഇവിടെ ഐഗൻ വാല്യൂസ് എല്ലാം 1 ആണ് കിട്ടിയിരിക്കുന്നത്. റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് ആണ്. റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഗൻ വെക്റ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂസ്, അപ്പോൾ ഐഗൻ വാല്യൂസ് ആർ എന്ന് പറഞ്ഞിട്ട് ഇതെഴുതുക. ഐഗൻ വാല്യൂസ് ആർ, ഐഗൻ വാല്യൂസ് ആർ ലാംഡ ഈക്വൽ ടു 1 1 1 കിട്ടി. ഇനി ടു ഫൈൻഡ് ഐഗൻ വെക്റ്റർ, ഐഗൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്നുള്ള ആ ഫോർമാറ്റിൽ പ്രൊസീഡ് ചെയ്യാം. Now to find eigen vector കണ്ടുപിടിക്കാൻ വേണ്ടി ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0, ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ എ മൈനസ് ലാംഡ ഐ എന്നത് ഡിറ്റർമിനൻ്റ് ആ വാല്യൂവിൽ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം മൈനസ് ലാംഡ കൊടുത്ത് ഇൻറ്റു x1 x2 x3 എന്നുള്ള കോളം വെക്ടർ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഇത് ചെയ്താണ്. അപ്പം അത് കാണാത്തവരത് കണ്ട് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണേ, ഓരോ ഐഗൺ വാല്യൂസിനും ലാംഡ ഈക്വൽ ടു 1 വരുന്ന കേസ് ലാംഡ ഈക്വൽ ടു ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ ലാംഡ ഈക്വൽ ടു ഓരോ കേസിലും ഈ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. ഇവിടെ ലാംഡ ഈക്വൽ ടു 1 എന്നുള്ള ഒരൊറ്റ വാല്യൂ മാത്രമേ ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് വെൻ ലാംഡ ഈക്വൽ ടു 1 ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. വെൻ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈ മെട്രിക്സിൻ്റെ വ്യത്യാസം എഴുതുക. അതായത് ലാംഡയുടെ പ്ലേസിൽ 1 കൊടുത്തിട്ട് ഈ മെട്രിക്സിനെ മാറ്റി എഴുതുക. -3 -1 ദെൻ -7 -5 2 4 -1 3 1 2 2 -1 this into x1 x2 x3 that is equal to 0 0 0. ഓക്കെ, അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എങ്ങനെയാണ് വരിക, അത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, സോൾവ് ചെയ്യാം. -4 -7 -5 ദെൻ 2 3 3 1 2 1 that is into x1
x2 x3 that's equal to 0 0 0. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഈ ഫോമിൽ ലാംഡയുടെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും -4 -7 -5 2 3 3 1 2 1 എന്നുള്ള ഫോമിൽ വരും. ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് ഇതിൽ നിന്നും ഇക്വേഷൻസ് ഫോം ചെയ്യുക. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതായത് ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -4 × x1 + -7 × x2 + -5 × x3 അങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. സോ -4 × x1 -7 × x2 -5 × x3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം ആയ 0. സെക്കൻഡ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് 2 × x1 + 3 × x2 + 3 × x3 that is 2x1 + 3x2 + 3x3 equal to 0. Now third equation form ചെയ്യാൻ 1 × x1 + 2 × x2 + 1 × x3. So 1x1 that is x1 + 2x2 + x3 equal to 0. അപ്പോൾ കഴിഞ്ഞ കേസിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ചിലത് ഈക്വൽ ആയിരുന്നു, ഒരേപോലെ ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ലാംഡയുടെ വാല്യൂസ് സെയിം ആണ്, പക്ഷേ കിട്ടിയ ഇക്വേഷൻസ് എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്ടേഴ്സ് ഫോം ചെയ്യണമെന്നാണ്. അപ്പോൾ സെയിം രീതി തന്നെ, പക്ഷേ ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് 2 ഇക്വേഷൻസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്താൽ സെയിം മെത്തേഡ് തന്നെ x1 ഡിവൈഡഡ് ബൈ മൈനർ വാല്യൂ എഴുതുക. x1നെ അവോയ്ഡ് ചെയ്തിട്ടുള്ള മൈനർ വാല്യൂ അതെന്താ ഇവിടെ വരിക? x1നെ അവോയ്ഡ് ചെയ്തിട്ട് -7 -5 3 3 ഈ 2 ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ. അതിൻ്റെ വാല്യൂസ് വേണം ഇവിടെ എഴുതാൻ. -7 -5 3 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ എപ്പോഴും -x2 ഇട്ടിട്ട് എഴുതുക. -x2 എടുക്കുകയാണെങ്കിൽ ഓർഡർ എങ്ങനെ വേണം? -4 തൊട്ട് വേണം തുടങ്ങാൻ. സോ x2നെ മറിച്ച് പിടിക്കുക. x2 വരുന്ന കോളം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന മൈനർ ഭാഗം നോക്കാം. മൈനർ എന്ന് ഉദ്ദേശിക്കുന്നത് x1ൻ്റെയും x3യുടെയും കോയിഫിഷ്യൻസ് ആണ് മൈനറായിട്ട് ഇവിടെ എഴുതേണ്ടത്. സോ വരുന്ന ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ -4 ആയിരിക്കും. -4 -5 then 2 3. അപ്പോൾ ഈ ഓർഡർ -4 -5 2 3 എന്നുള്ള ഓർഡർ ആണെങ്കിൽ ഇവിടെ -x2 തന്നെ കൊടുക്കണം. മൈനസ് വാല്യൂ കൊടുക്കാൻ വിട്ടുപോകരുത്. നെക്സ്റ്റ് x3 ഡിവൈഡഡ് ബൈ x3യുടെ കോളം മറിച്ച് പിടിക്കുക. അപ്പോൾ -4 -7 2 3 അതാണ് ഓർഡർ. -4 -7 2 3. ഇനി ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ -21 അല്ലേ, -21 + 15 വരും. -21 + 15 -21 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -12 ഇവിടെ -12 ഓഫ് -10 വരും അല്ലേ. -12 അതായത് +10 വരും. ഇനി ദാറ്റ് ഈസ് x3 ഡിവൈഡഡ് ബൈ ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -12 ഓഫ് -14 വരും. ദാറ്റ് ഈസ് -12 + 14 വരും. ഇത് സോൾവ് ചെയ്താൽ x1 ഡിവൈഡഡ് ബൈ -21 + 15 അത് എത്ര വരിക? -6 ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -2 അല്ലേ. -12 + 10 ദാറ്റ് ഈസ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ -12 + 14 ദാറ്റ് ഈസ് +2. ഇനി ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയും. കോമൺ ടേംസ് ഇവിടെ 2 കോമൺ ആണ് എല്ലാത്തിലും. അപ്പോൾ 2 വെച്ച് കട്ട് ചെയ്ത് കളയും. സോ x1 ഡിവൈഡഡ് ബൈ -3 ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1. ഈ മൈനസ് ഓഫ് മൈനസ് നമുക്ക് വേണേൽ പ്ലസ് ആയിട്ട് എടുക്കാം കേട്ടോ. സോ x1 ഡിവൈഡ് ബൈ -3 x2 ഡിവൈഡ് ബൈ 1 x3 ഡിവൈഡ് ബൈ 1. അപ്പോൾ ഇവിടുത്തെ ഐഗൺ വെക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇതിനെ നമ്മൾ കോളം വെക്ടറായിട്ട് എഴുതുക. അതായത് ഈ x1 x2 x3യുടെ താഴെ വന്നേക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ കോളം വെക്ടറായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന വെക്ടറിനെയാണ് നമ്മൾ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ദെർഫോർ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ ഈസ് x1 equal to
എക്സ് ഈക്വൽ ടു x1 x2 x3 അതിൻ്റെ വാല്യൂസ് എഴുതുക. അതായത് -3 ദെൻ 1 1 ഈ താഴെ വരുന്ന ഓരോ നമ്പേഴ്സിനെ കോളമായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ലാംഡ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഐഗൺ വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരേ ഒരു ഐഗൺ വെക്ടർ ഇതിന് ഉണ്ടായിരിക്കുള്ളൂ. ദർ ഈസ് ഓൺലി വൺ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 1. അത് അവിടെ ഒരേ ഒരു ഐഗൺ വെക്ടറേ ഉള്ളൂ. അതായത് ഈ x1 എഴുതണമെന്നില്ല, x ഈക്വൽ ടു -3 1 1 എന്ന് പറയുന്ന ഐഗൺ വെക്ടർ മാത്രമായിരിക്കും ഈ മെട്രിക്സിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ഐഗൺ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് ഈ -3 1 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ലാംഡ റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ്. ഇനി ലാംഡ ഡിഫറൻ്റ് ആവുന്ന കേസുണ്ട്, ഇക്വേഷൻസ് സെയിം വരുന്നതുണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് വരുന്ന വീഡിയോസിൽ ഓരോ വീഡിയോസിലായിട്ട് ഉൾക്കൊള്ളിക്കാം.